2020 മാർച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന +2 സുവോളജിയിലെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന അവസാനത്തെ ചാപ്റ്ററിലെ ഫോക്കസ് പോയിന്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അതിൽ 4 പോയിന്റ്സ് മാത്രമാണ് ഫോക്കസ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എക്സാമിന് നിങ്ങൾ ഈ ഫോക്കസ് ഏരിയയിലുള്ള പോയിന്റ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്ന് വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും മുഴുവൻ മാർക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയും. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു തുടക്കം പറയാത്തത് കൊണ്ട് ഈ ഒരു ഗ്രാഫാണ് നമ്മളോട് ഇവിടെ ആദ്യമായിട്ട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു ഫോക്കസ് പോയിന്റ്. അപ്പോൾ ഇതിൽ ഒരു ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ഏരിയ കാണിച്ചിട്ടുണ്ട്, വൈ ആക്സിസിൽ സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗവും കാണിച്ചിട്ടുണ്ട്. സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പീഷീസിൻ്റെ എണ്ണം ഉള്ള ഏരിയക്ക് പറയുന്ന പേരാണ് സ്പീഷീസ് റിച്ച്നെസ്. ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സ്പീഷീസ് ഉള്ളത്, അതാണ് സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഹൈപ്പർബോളയായിട്ട് കാണാൻ പറ്റും. ഈ ഹൈപ്പർബോളയിൽ നമ്മളിവിടെ ഒരു ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. എസ് ഇസ് ഈക്വൽ ടു സി എ റേസ് ടു സെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. എസ് ഈക്വൽസ് സി എ റേസ് ടു സെഡ്. അപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് ഓരോ ഏരിയയിലുള്ള സ്പീഷീസിൻ്റെ എണ്ണം എത്രയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഹൈപ്പർബോളയിൽ നിന്നും ഒരു ലൈൻ എക്സ് ആക്സിസിലേക്കും ഒരു ലൈന് വൈ ആക്സിസിലേക്കും വരച്ചു കഴിഞ്ഞാൽ ഓരോ പോയിന്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ആ പോയിന്റ് നോക്കിയിട്ട് അവിടെ എത്രത്തോളം സ്പീഷീസ് റിച്ച്നെസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈപ്പർബോളയായിട്ട് ഗ്രാഫ് കിട്ടുന്നത് കൊണ്ട് നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ സ്പീഷീസ് റിച്ച്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയൂല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലോഗ് എടുക്കണം. ആ ലോഗിൻ്റെ സ്കെയിലാക്കിയിട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറും, എല്ലാത്തിൻ്റെയും ലോഗായിട്ട് വരും. ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു സി എ റേസ് ടു സെഡ് എന്നുള്ളത് എന്തായി മാറും? ലോഗ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ഇവിടെ മേലെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? സെഡ് ലോഗ് എ എന്ന് വരും. അപ്പോൾ ലോഗ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ എന്ന് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ ആണ് എടുക്കുന്നതെന്നിരിക്കാം. ഞാനിവിടെ പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ എന്ന് വിചാരിക്കാം. ആ ഏരിയയിൽ നിന്നും ഈ കിട്ടിയിരിക്കുന്ന ലൈനിലേക്ക് ഒരു മാർക്ക് വരയ്ക്കാം. ആ മാർക്കിൽ നിന്നും ഇപ്പുറത്തേക്ക്, അതായത് വൈ ആക്സിസിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ഈ ഭാഗത്താണ് അതിൻ്റെ സ്പീഷീസ് റിച്ച്നെസ് എത്രയാണെന്നുള്ളത് നമുക്ക് ലാബിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ 1, 2, 3 എന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെയും 1, 2, 3 എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ഏരിയയിൽ എത്ര സ്പീഷീസ് റിച്ച്നെസ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ ഇതിങ്ങനെ മേലോട്ടേക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ ഉണ്ടാവും അല്ലേ, നമ്പർ കൂടുകയാണല്ലോ. അപ്പോൾ ആ ഏരിയയിൽ എത്ര ഉണ്ട് എന്നുള്ളത് അതിൻ്റെ സ്പീഷീസ് റിച്ച്നെസ് നോക്കിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഗ്രാഫ് പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം സൗത്ത് അമേരിക്കൻ ജംഗിൾസിലെ കുറേ സ്റ്റഡീസാണ് നടത്തിയത്. അപ്പോൾ സ്പീഷീസ് റിച്ച്നെസ് ഏരിയക്കനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കി. അത് ഒരു ലിമിറ്റ് വരെ മാത്രമാണ് ഉള്ളതെന്നാണ് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്, ഈ പോയിന്റ് നിങ്ങൾ പഠിക്കണം. ആദ്യത്തെ പോയിന്റ് ഞാനിവിടെ പറഞ്ഞു, എസ് ഇസ് ഈക്വൽ ടു സി എ റേസ് ടു സെഡ് എന്നുള്ളൊരു ഫോർമുല നിങ്ങൾ പഠിക്കണം. ഇനി രണ്ടാമത്തെ പോയിന്റ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. ഈ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് നമുക്ക് പഠിപ്പിച്ചു തന്ന സയൻറ്റിസ്റ്റിൻ്റെ പേര്. ഇനി റിലേഷൻ ബിറ്റ്വീൻ ദ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഏരിയ ഗിവ്സ് എ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഇതാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് കിട്ടിയത് ഒരു ഹൈപ്പർബോളയായിരുന്നു. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ലോഗ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്നുള്ളത് അടുത്ത പോയിന്റാണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ എസ്
സി, എ, സെഡ്. ഇത് നാലും എന്താണെന്നുള്ളത് അറിയാം. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഷീസ് റിച്ച്നെസ് ആണ്. എ എന്നാൽ ഏരിയയാണ്. സെഡ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ. സ്ലോപ്പ് ഓഫ് ദ ലൈൻ സ്റ്റീപ്പർ ആവുകയും ചിലത് നാരോ ആയിട്ട് താഴോട്ടേക്ക് വരും. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ലൈനാണ് സെഡ് എന്ന് പറഞ്ഞാൽ. ആൻഡ് സി എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ് ആണ്. അതായത് വൈനോട് ജോയിൻ ചെയ്യുന്ന പോയിന്റിനാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ എസ് അതായത് സ്പീഷീസ് റിച്ച്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഏരിയക്കനുസരിച്ച് സ്പീഷീസിൻ്റെ റിച്ച്നെസ് വാരി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എക്സ്പ്ലോർഡ് ചെയ്യുന്ന ഏരിയക്കനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു പോയിന്റ്. ഇനി on a logarithmic scale, the relationship is a straight line described as log s is equal to log c plus z log a. Okay. Next, small areas z-ന്റെ വാല്യൂ എപ്പോഴും 0.1 മുതൽ 0.2 വരെ ആയിരിക്കും. പക്ഷേ ലാർജ് ഏരിയസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോണ്ടിനെൻ്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലോപ്പ് ഓഫ് ദ ലൈൻ എപ്പോഴും സ്റ്റീപ്പർ ആയിരിക്കും. സ്റ്റീപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കൂടി വരും. ഓക്കെ, സ്പീഷീസിൻ്റെ റിച്ച്നെസ് കൂടി വരും. സെഡിൻ്റെ വാല്യൂ ചെറിയ ഏരിയയിലാണെങ്കിൽ 0.1 മുതൽ 0.2 വരെയും അതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ ഏരിയ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 0.6 മുതൽ 1.2 വരെയും ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രൂജിവോറസ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സിലും മാമ്മൽസും ഇൻ ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ്. പല കോണ്ടിനെൻറ്റിലും കാണുന്ന ട്രോപ്പിക്കൽ ഫോറസ്റ്റിലുള്ള ഫ്രൂജിവോറസ് ബേർഡ്സിൻ്റെയും മാമ്മൽസിൻ്റെയും സെഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.15 ആയിരിക്കും അതിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. സ്മോൾ ഏരിയാസിൽ 0.1 to 0.2 ആണെന്നും ലാർജ് ഏരിയാസിൽ 0.6 to 1.2 ആണെന്നും ഫ്രൂജിവോറസ് ബേർഡ്സും മാമ്മൽസിലും 1.15 ആണെന്നുള്ളതും ഓർമ്മിക്കണം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിലെ നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ട് ഒരു റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് പറയുന്നത്. എന്താണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്? ആദ്യം നമ്മൾ ഇതാരാണ് കണ്ടുപിടിച്ചതെന്ന് നോക്കാം. സ്റ്റാൻഫോർഡിലെ ഒരു ഇക്കോളജിസ്റ്റ് ആയിട്ടുള്ള പോൾ എർലിക് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ സയൻറ്റിസ്റ്റിൻ്റെ പേര് ഓർമ്മിച്ച് വെക്കണം. പോൾ എർലിക് എന്നാണ് സയൻറ്റിസ്റ്റിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു എയർപ്ലെയിൻ ഒരു ഇക്കോസിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുകയാണ് നമ്മൾ. ഓൾ പാർട്സ് ആർ ജോയിൻഡ് വിത്ത് മെനി റിവറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഷീസ്. അതുകൊണ്ടാണ് ഇവിടെ റിവറ്റ് പോപ്പർ എന്ന് പറയാൻ കാരണം. ഒരു എയറോപ്ലെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ പാർട്സ് വെച്ചിട്ടായിരിക്കുമല്ലോ. ആ പാർട്സിനെ നമ്മൾ പറയുന്ന പേരാണ് റിവറ്റ്സ്. അപ്പോൾ ഇവിടെ എയറോപ്ലെയിനിനെ നമ്മൾ ഇക്കോസിസ്റ്റം ആയിട്ടും അതിൻ്റെ പാർട്സിനെ നമ്മൾ സ്പീഷീസ് ആയിട്ടും കൺസിഡർ ചെയ്യാണ്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇഫ് പാസഞ്ചേഴ്സ് പോപ്പ് എ റിവറ്റ്, ഏതെങ്കിലും ഒരു പാസഞ്ചർ വന്നിട്ട് ഒരു റിവറ്റ് എടുത്തുകൊണ്ട് പോവാണ്. എക്സ്റ്റിങ്ഷൻ ഓഫ് എ സ്പീഷീസ്. അപ്പോൾ ആ സ്പീഷീസ് പിന്നെ അവിടെ ഇല്ല. അപ്പോൾ ഒരു ഭാഗം ഒരു എയറോപ്ലെയിനിൻ്റെ ഒരു ഭാഗം അയാളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് അയാളുടെ ബാഗിലാക്കിയിട്ട് പോവുകയാണെന്ന് കരുതുക. ഇറ്റ് മെ നോട്ട് എഫക്റ്റ് ഫ്ലൈറ്റ് സേഫ്റ്റി. ആദ്യത്തെ ഒരു പ്രാവശ്യം ഒരു 2 ആളാണ് അതിൻ്റെ പാർട്സ് എടുത്തു കൊണ്ടുപോകുന്നത്. പക്ഷെ ആ ഒരു പാർട്സ് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് എയർപ്ലെയിനിന് അതിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആ എയർപ്ലെയിനിൻ്റെ മൂവ്മെൻറ്റിന് യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. ഫങ്ഷനിങ് ഓഫ് ദ ഇക്കോസിസ്റ്റത്തിന്. അതിപ്പോൾ നമ്മളിവിടെ പറയുന്നത് എയർപ്ലെയിനിലുള്ളത് ഇക്കോസിസ്റ്റമായിട്ടും അതിൻ്റെ റിവറ്റ്സ് അതിൻ്റെ സ്പീഷീസുമായിട്ടാണ്. അപ്പോൾ ഒരു സ്പീഷീസ് നഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് ഇക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിന് അത് ബാധിക്കില്ല. ബട്ട് ആസ് മോർ ആൻഡ് മോർ റിവറ്റ്സ് ആർ റിമൂവ്ഡ്, കുറേ റിവറ്റ്സ് അവിടെ നിന്ന് പോയാൽ ദ പ്ലെയിൻ ബിക്കംസ് ഡേഞ്ചറസ്ലി വീക്ക്. പ്ലെയിൻ എന്തായി മാറും? വീക്കായിട്ട് മാറും. ലോസ് ഓഫ് റിവറ്റ്സ് ഓൺ ദ വിങ്സ്.
കീ സ്പീഷീസ് ദാറ്റ് ഡ്രൈവ് മേജർ ഇക്കോസിസ്റ്റം ഫങ്ഷൻസ്. അതായത് വിങ്സിൻ്റെ മുകളിലുള്ള റിവറ്റ്സ്. വിങ്സിൻ്റെ മുകളിൽ നിന്നുള്ളത് ഒരു എയർപ്ലെയിൻ പറക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഓർഗൻസ് ആണ് എന്ത്, അതിൻ്റെ വിങ്സ് എന്ന് പറഞ്ഞാൽ. അതേപോലെ ഒരു ഇക്കോസിസ്റ്റത്തിൽ കീ സ്പീഷീസസ് ഉണ്ടാവും. അപ്പോൾ ആ കീ സ്പീഷീസ് ആ മേജർ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ആൻഡ് ലോസ് ഓഫ് എ ഫ്യൂ റിവറ്റ്സ് ഓൺ ദ സീറ്റ്സ് ഓർ വിൻഡോസ്. അതേപോലെ തന്നെയാണ് സീറ്റിൻ്റെ മുകളിലുള്ളതും വിൻഡോസിൻ്റെ മുകളിലുള്ളതായിട്ടുള്ള റിവറ്റ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എയറോപ്ലെയിനിനെ അല്ലെങ്കിൽ ആ ഇക്കോസിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കും, ഡേഞ്ചറസ് ആയിട്ട് മാറും. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ ഓരോ ഇക്കോസിസ്റ്റത്തിന് ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ്. ഒത്തിരി സ്പീഷീസ് ഓരോ ഇക്കോസിസ്റ്റത്തിലുണ്ട്. ആ സ്പീഷീസിൻ്റെ നിലനിൽപ്പുകൊണ്ടാണ് ഇക്കോസിസ്റ്റം ബാലൻസ്ഡ് ആവുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു സ്പീഷീസ് ആദ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ഓരോ സ്പീഷീസായിട്ട് കാലക്രമേണ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കീ സ്പീഷീസ് ആയിട്ടുള്ള വലിയ വലിയ ഓർഗൻസ് വരെ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസിനെ ഓൾട്ടർ ചെയ്യും. അപ്പോൾ ആ ബാലൻസിനെ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ് നടക്കില്ല. അതാണ് ഈ ഒരു റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു എയർപ്ലെയിനുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ റിവറ്റ് പോപ്പർ എന്ന് പറയുന്നത്. റിവറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എയർപ്ലെയിൻ്റെ പാർട്ടിന് പറയുന്ന പേരാണ്. പിന്നെ പോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോഷ്ടിച്ചിട്ട് പോവുക അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോവുക എന്നൊക്കെയാണ് ഈ പോപ്പിംഗ് എന്നുള്ളതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റാണിത്. ഇത് പ്രപ്പോസ് ചെയ്തത് പോൾ എർലിക് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. അടുത്തത് മൂന്നാമത്തെ ഒരു ഫോക്കസ് പോയിൻ്റായിട്ട് പറയുന്നത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഒത്തിരി തവണ എല്ലാ വർഷങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എടുത്തു നോക്കിയാൽ പല രീതിയിൽ ടെസ്റ്റഡ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ദ ഈവിൾ ക്വാർട്ടറ്റ് എന്നാണ്. ക്വാർട്ടറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടാണ് നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റി ലോസസിനെ മെൻഷൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ് പോയിന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റാണ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഹാബിറ്റാറ്റ് ലോസും ഫ്രാഗ്മെൻറ്റേഷനുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് tropical rainforest loss from 14% to 6. അതായത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലെ നഷ്ടം വരുന്നത് ഏകദേശം 14% ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഹാബിറ്റാറ്റ് ലോസ് ആണ്. Thousands of hectares of rain forest are being lost within hours. മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ ഹെക്ടർ കണക്കിന് റെയിൻ ഫോറസ്റ്റുകൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട്? ഹാബിറ്റാറ്റ് ലോസും ഫ്രാഗ്മെൻറ്റേഷനും കൊണ്ട്. ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഈസ് ബീയിങ് കട്ട് ഫോർ കൾട്ടിവേറ്റിംഗ് സോയാ ബീൻസ് ഓർ കൺസർവേഷൻ ഓർ കൺവേർഷൻ ഓഫ് ഗ്രാസ് ലാൻഡ്സ് ഫോർ കാറ്റിൽ. ഇവിടെ പറയുന്നത് ആമസോണിൻ്റെ റെയിൻ ഫോറസ്റ്റ് അത് നാച്ചുറലുള്ള വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു റെയിൻ ഫോറസ്റ്റാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ അവിടെ നമ്മൾ ഡിഫോറസ്റ്റേഷൻ ചെയ്തിട്ട് ആ ഭാഗത്ത് സോയാബീൻസിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അതേപോലെ ഗ്രാസ് ലാൻഡ്സിന് മുഴുവനും കാറ്റിൽ ഫീഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 2 ഭാഗങ്ങൾ കൊണ്ട് നമുക്ക് ഹാബിറ്റാറ്റിൻ്റെ ലോസ് സംഭവിക്കാം. ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബാഡ്ലി എഫക്ട്സ് ആനിമൽസ് റിക്വയറിങ് ലാർജ് ടെറിട്ടറീസ് ആൻഡ് മൈഗ്രേറ്ററി ആനിമൽസ്. ലാർജ് ടെറിട്ടറീസ് ആവശ്യമായിട്ടുള്ള ആനിമൽസിൻ്റെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുത്താൻ ഈ ഫ്രാഗ്മെൻറ്റേഷന് കാരണമാക്കുന്നുണ്ട്. അതേപോലെ മൈഗ്രേറ്ററി ആനിമൽസിൻ്റെയും ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുത്താൻ ഫ്രാഗ്മെൻറ്റേഷന് കാരണമാവും. എന്ന് വെച്ചാൽ
ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡിഫോറസ്റ്റേഷനാണ്. നമ്മൾ ഒരു കാടുകൾ വെട്ടിത്തെളിക്കുന്നത് കൊണ്ട് ആ ഒരു കാട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ അത് ജീവിക്കുന്ന ഒരു സ്ഥലത്തെ നമ്മൾ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇല്ലാണ്ടാവുന്ന സമയത്ത് ആ ഒരു ആനിമൽസിനും ആ ഒരു പ്ലാന്റ്സിനും ജീവിക്കാനുള്ള ഒരു അവസരം നമുക്ക് നഷ്ടപ്പെടുത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്പീഷീസിൻ്റെ എണ്ണം, ആ ഭാഗത്തുള്ളതിൻ്റെ എണ്ണം വളരെ കുറഞ്ഞ് ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാവുന്നത്. അതുപോലെ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലത്തിന് അടുത്ത് കാണുന്ന വളരെ നമുക്ക് ഉപയോഗമില്ല എന്ന് തോന്നുന്ന കുറേ സ്ഥലങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു റബ്ബർ തോട്ടം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കാടിനെ വെട്ടിത്തെളിച്ച് അവിടെ എന്തെങ്കിലും കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഒരു ബിൽഡിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു എൻവയോൺമെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റത്തിനെ മുഴുവനായിട്ട് നമ്മൾ നശിപ്പിക്കുകയാണ്. അതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വലിയ ടെറിട്ടറീസിൽ മാത്രം ജീവിച്ച് പരിചയമുള്ള കുറേ ആനിമൽസ് ഉണ്ടാവും. ആ ആനിമൽസിൻ്റെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുന്ന സമയത്താണ് ഈ ഫോറസ്റ്റിൽ നിന്നും പല ആനിമൽസും നമ്മുടെ നാട്ടിലേക്ക്, കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുക എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ വരാനുള്ള ഒരവസരം ഉണ്ടാവുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. എന്താണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ? സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാതരം ആവശ്യത്തിന് ജീവിക്കാനുള്ളതെല്ലാം ഭൂമിയിൽ ഉണ്ട്. അപ്പോൾ ആ ഉള്ളതിൽ നിന്ന് അപ്പുറത്തേക്ക് മനുഷ്യൻ ഓവറായിട്ട് അല്ലെങ്കിൽ മിസ് യൂസ് ചെയ്യുന്ന സമയത്താണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് അപ്പോഴത്തേക്ക് നീഡിനുപരി ഗ്രീഡിന് വേണ്ടിയിട്ട് മനുഷ്യന് സാധനങ്ങൾ നാച്ചുറൽ നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അതിന് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് ഒരുപാട് ആനിമൽസിന് നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. സ്റ്റെല്ലാസ് സീ കൗ, പാസഞ്ചർ പിജിയൻ, ഇതെല്ലാം അങ്ങനെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. പിന്നെ അടുത്തതാണ് അലിയൻ സ്പീഷീസ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അലിയൻ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എക്സോട്ടിക് ആയിട്ടുള്ള സ്പീഷീസ് ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആനിമൽസിന് ജീവിക്കാൻ പറ്റാതെ അവർ റിസസീവായിട്ടും വരുന്ന ജീവികൾ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയ്ക്കാണ് എലിയൻ സ്പീഷീസ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഇൻഡിജീനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ആ പ്രദേശത്തുണ്ടായിരുന്ന ആനിമൽസിനും പ്ലാന്റ്സിനും ജീവിക്കാൻ വയ്യാതെ അത് നശിച്ചു പോകുന്ന അല്ലെങ്കിൽ അത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുന്ന ഒരവസ്ഥയ്ക്കാണ് അലിയൻ സ്പീഷീസ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കോസ് ഡിക്ലൈൻ ഓർ എക്സ്റ്റിങ്ഷൻ ഓഫ് ഇൻഡിജീനസ് സ്പീഷീസ്. ഇൻഡിജീനസ് സ്പീഷീസിൻ്റെ എക്സ്റ്റിങ്ഷനാണത് കാരണമാക്കുന്നത്. എക്സാമ്പിളാണ് നൈൽ പെർക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലേക്ക് വിക്ടോറിയ കോസ്ഡ് എക്സ്റ്റിങ്ഷൻ ഓഫ് മോർ ദാൻ 200 സ്പീഷീസ് ഓഫ് സിക്ലിഡ് ഫിഷ്. ഏകദേശം 200 സ്പീഷീസ് സിക്ലിഡ് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞു ഫിഷസ് ഉണ്ട്. ആ ഫിഷസിൻ്റെ എക്സ്റ്റിങ്ഷന് തന്നെ കാരണമായിട്ടുണ്ട്. ഏത് നൈൽ പെർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷസിനെ ലേക്ക് വിക്ടോറിയയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത്. അപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കുഞ്ഞു ഫിഷസിൻ്റെ എക്സ്റ്റിങ്ഷന് നടക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് കോ എക്സ്റ്റിങ്ഷൻ. കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മ്യൂച്വലിസവും കമൻസാലിസവും ഒക്കെ ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ രണ്ട് ആനിമൽസ് തമ്മിൽ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റുള്ളവർ ജീവിക്കുന്നതിനെയാണ് കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സ്പീഷീസിന് ജീവിക്കൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. വെൻ എ സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ്, ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി കഴിഞ്ഞാൽ ദ സ്പീഷീസ് അസോസിയേറ്റഡ് വിത്ത് ഓൾസോ എക്സ്റ്റിങ്ക്റ്റ്, ആ സ്പീഷീസിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മറ്റേ സ്പീഷീസും അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റേ സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആവുന്ന ഒരു അവസ്ഥ, അതാണ് കോ എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷൻ ഓഫ് ദ പാരസൈറ്റ്സ് വെൻ ദ ഹോസ്റ്റ് ഈസ് എക്സ്റ്റിങ്ക്റ്റ്. പാരസൈറ്റ് ഇല്ലാണ്ടാവും, അതിന് ഹോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ. സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്.
In co-evolved plant-pollinator mutualism, extinction of one causes the extinction of the other. അതിൻ്റെ തന്നെ വേറൊരു എക്സാമ്പിളാണ് പ്ലാന്റ് പോളിനേറ്ററിൽ വരുന്ന മ്യൂച്വലിസം. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനാണ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഡൈവേഴ്സിറ്റീനെ അല്ലെങ്കിൽ ലിവിങ് ബീയിങ്സിനെ കൺസേർവ് ചെയ്യൽ മനുഷ്യൻ്റെ ബാധ്യതയാണ്. അപ്പോൾ ബാധ്യത നമ്മൾ നിർവഹിക്കേണ്ടത് രണ്ട് രീതിയിലാണ് നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നത്. ഒന്ന് ഇൻസിറ്റു കൺസർവേഷനാണ്, വേറൊന്ന് എക്സിറ്റു കൺസർവേഷനാണ്. എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ? ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഓൺ സൈറ്റ് കൺസർവേഷനും എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് സൈറ്റ് കൺസർവേഷനുമാണ്. ഇൻസിറ്റു കൺസർവേഷൻ എന്നാൽ ഇറ്റ് ഈസ് എ കൺസർവേഷൻ ഓഫ് ദ ജനറ്റിക് റിസോഴ്സസ് വിത്തിൻ നാച്ചുറൽ ഓർ ഹ്യൂമൻ മെയ്ഡ് ഇക്കോസിസ്റ്റംസ് ഇൻ വിച്ച് ദേ ഒക്കർ. ഏതൊരു സ്ഥലത്താണോ അത് ജീവിക്കുന്നത്, അതൊരു പ്ലാന്റ് ആവട്ടെ ആനിമൽ ആവട്ടെ, ആ പ്ലാന്റിനെയും ആനിമലിനെയും അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫിനെ മുഴുവനും നമ്മൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കൺസർവേഷനാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിളാണ് നാഷണൽ പാർക്സ്, സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ്, കൾച്ചറൽ ലാൻഡ്സ്കേപ്സ്, നാച്ചുറൽ മോണുമെൻറ്റ്സ് എക്സെട്ര. ഇതൊക്കെയാണ് ഈ ഇൻസിറ്റു കൺസർവേഷന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം അതിലോരോ എക്സാമ്പിളായിട്ട്. ആദ്യത്തത് നാഷണൽ പാർക്കാണ്. എന്താണ് നാഷണൽ പാർക്ക്? നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി റിസർവ്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ വൈൽഡ് ലൈഫ് where private ownership, cultivation, grazing etc. are prohibited. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്ലാന്റ്സും പെടും ആനിമൽസും പെടും. അങ്ങനെ ഒരു പ്ലാന്റിനെയും ആനിമൽസിനെയും മൊത്തം കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെക്ടർ കണക്കിന് അല്ലെങ്കിൽ ഏരിയ കണക്കിന് നമ്മളുള്ള സ്ഥലത്തെ മൊത്തത്തിൽ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നാഷണൽ പാർക്ക് ഉണ്ട്. അവിടെയുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും മുഴുവൻ കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തതാണ് സാങ്ച്വറീസ്. ഇവിടെ സാങ്ച്വറീസിൽ ഹിയർ പ്രൊട്ടക്ഷൻ ഈസ് ഗിവൺ ഓൺലി ടു ദ ആനിമൽസ്. ആനിമൽസിൽ മാത്രമാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. കളക്ഷൻ ഓഫ് ടിമ്പേഴ്സ്, അതായത് മരങ്ങൾ നമ്മൾ അവിടുന്ന് വെട്ടിയെടുത്ത് കൊണ്ടുവരാം. മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് പ്രൈവറ്റ് ഓണർഷിപ്സ് ആർ അലൗഡ്. മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ പ്രൈവറ്റ് ഓണർഷിപ്പ്, നമുക്ക് അവിടെ പോയിട്ട് സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല. അതിൻ്റെ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കേട്ടോ. സോ ലോങ് ആസ് ദേ ഡു നോട്ട് ഹാം ദ ആനിമൽസ്. പക്ഷെ അതുകൊണ്ട് അതിൻ്റെ ആനിമൽസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അതിന് ഹാംഫുൾ ആവാത്ത രീതിയിൽ മനുഷ്യൻ്റെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് അനുവദിക്കുന്ന രീതിയിൽ ആ ഒരു പെർട്ടിക്കുലർ ആനിമലിനെ മാത്രം കൺസേർവ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാങ്ച്വറീസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഹോൾ വൈൽഡ് ലൈഫ് ആയിരുന്നു. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള എക്സാമ്പിൾ. ഇനി ഉള്ളത് ബയോസ്ഫിയർ റിസർവ്സ് ആണ്. ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറഞ്ഞാൽ ഏരിയാസ് ഓഫ് ലാൻഡ് ഓർ കോസ്റ്റൽ എക്കോസിസ്റ്റംസ് ഫോർ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ്. ഒരു പെർട്ടിക്കുലർ ലാൻഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോസ്റ്റൽ ഏരിയ അവിടെ എടുക്കുകയാണ്. ആ ഒരു പ്ലേസിനെ നമ്മൾ 2 or 3 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. അതായത് ഏറ്റവും സെൻറ്ററിൽ ഒരു കോറായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും. പിന്നെ വരുന്നത് അതിനോട് അനുബന്ധിച്ച് വരുന്ന, അതിനോട് തൊട്ടടുത്ത് വരുന്ന ഒരു ബഫർ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. അതും കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു ട്രാൻസിഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. ഇങ്ങനെ 3 ഏരിയാസിലൂടെ കംപ്ലീറ്റ് ആയിട്ടൊരു ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയ, കിലോമീറ്റർ കണക്കിന് ഏരിയകളെ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ബയോസ്ഫിയർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് ഈ ബഫർ സോണിലും ഒരു കോർ സോണിലുമുള്ള മുഴുവൻ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും കൺസേർവ് ചെയ്യേണ്ടത് ഒരു ഡ്യൂട്ടി ആയിട്ട് മാറും. അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും പുറമേയുള്ള ട്രാൻസിഷൻ സോണിൽ
ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സും റിസോർട്ട്സും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അലൗഡ് തന്നെയാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ മുഴുവനും നമ്മൾ ഒരു റിസർവ് ഏരിയ ആക്കിയിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാക്രഡ് ഫോറസ്റ്റ് ആണ് നാലാമത് വരുന്നത്. സാക്രഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പേരും കൂടെ പറയും, സാക്രഡ് ഗ്രോവ്സ് എന്ന് പറയും. The forest fragments which are communally protected based on religious beliefs. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ പിന്നെ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ ഫോറസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഓരോ മരങ്ങളും അവരതിനെ വെട്ടി വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഓരോന്നും അവരുടെ ദൈവത്തെ പോലെ അവർ ആരാധിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാടിനെയോ ജലത്തെയോ അല്ലെങ്കിൽ ആ വൈൽഡ് ലൈഫിനെ മുഴുവനും അവർ അത്രയും പ്രഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഹോളി ആയിട്ട് കാണുന്നത് കൊണ്ട് ഒരിക്കലും അവിടെ എന്ത് വരില്ല, അതിനൊരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു സംഭവവും വരില്ല. അങ്ങനെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീസ് കൊണ്ട് അവരുടെ റിലീജിയസ് ബിലീഫിനനുസരിച്ചിട്ട് ആ ഒരു ഫോറസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ മൊത്തമായിട്ട് പ്രൊട്ടക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സാക്രഡ് ഫോറസ്റ്റ് അല്ലെങ്കിൽ സാക്രഡ് ഗ്രോവ്സ് എന്ന് പറയപ്പെടുന്നത്. രണ്ടാമത്തെ തരം കൺസർവേഷനാണ് എക്സിറ്റു കൺസർവേഷൻ. എന്താണ് എക്സിറ്റു കൺസർവേഷൻ? ഇറ്റ് ഈസ് ദ കൺസർവേഷൻ ഓഫ് ഓർഗാനിസംസ് ഔട്ട്സൈഡ് ദെയർ ഹാബിറ്റാറ്റ്സ്. ഹാബിറ്റാറ്റിൻ്റെ പുറമെ നമുക്കിപ്പോൾ എല്ലാ ആനിമൽസിനെയും എല്ലാ ബേർഡ്സിനെയും അതിൻ്റെ സ്വന്തം അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കുറേ ഏരിയകൾ അതിനായിട്ട് നമുക്ക് ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആനിമലിനെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനെ എടുത്തിട്ട് ഒരു പ്രത്യേക സ്ഥലം അതിൻ്റെ ഹാബിറ്റാറ്റിൽ നിന്നും പുറത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്തായിരുന്നോ അതേപോലുള്ളത് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ അവരെ നിലനിർത്തുക അല്ലെങ്കിൽ അതിനെ കൺസേർവ് ചെയ്യാം. അതിനെയാണ് എക്സ് സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഓഫ് സൈറ്റ് അതിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്നും പുറത്ത്, അതാണ് ഓഫ് സൈറ്റ് എന്ന് പറയാൻ കാരണം. ഔട്ട്സൈഡ് ദെയർ ഹാബിറ്റാറ്റ്സ്. എക്സാമ്പിൾ ആണ് ജനറ്റിക് റിസോഴ്സ് സെൻറ്റേഴ്സ്, സുവോളജിക്കൽ പാർക്സ്, വൈൽഡ് ലൈഫ് സഫാരി പാർക്സ്. ഇവിടെ മാറിപ്പോവരുത്, വൈൽഡ് ലൈഫ് സഫാരി പാർക്സും നാഷണൽ പാർക്കും. നാഷണൽ പാർക്ക് വരുന്നത് ഇൻസിറ്റൂലാണ്, വൈൽഡ് ലൈഫ് സഫാരി പാർക്സ് എക്സിറ്റൂലാണ് വരുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ജീൻ ബാങ്ക്സ്, ക്രയോ പ്രിസർവേഷൻ ഇത്രയാണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ വൈൽഡ് ലൈഫ് സഫാരി പാർക്സും നാഷണൽ പാർക്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നാഷണൽ പാർക്കിൽ ഹൈലി കൺസേർവ്ഡ് ആയിട്ടുള്ള ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്, അവിടെ ഹ്യൂമൻ സെറ്റിൽമെൻ്റ് ഒന്നും അലൗഡ് അല്ല. പക്ഷേ വൈൽഡ് ലൈഫ് സഫാരി പാർക്സിൽ നമ്മൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു പാർക്കാണ്, പക്ഷേ അവിടെ എന്തുണ്ടാവും, പിന്നെ എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും കൺസേർവ് ചെയ്തിട്ടും ഉണ്ടാവും. അതേപോലെ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഉണ്ട്, ഒരുപാട് പ്ലാന്റ്സിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലം. ജീൻ ബാങ്ക്സ് ഉണ്ട്, നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന ജീൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ത്രെട്ടൻഡ് ആയിട്ട് വരുന്ന സ്പീഷീസിൻ്റെ ഒക്കെ ജീൻസിനെ നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. അതേപോലെ ഉള്ള ഭാഗമാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു -196 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിൻ്റെ സീഡ്സോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ സീഡ്ലിങ്സ് എങ്ങാനും നമ്മൾ പ്രിസർവ് ചെയ്യുന്നതിനാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണ്. അതുകൊണ്ടാണ് അത് ഏതിൽ വരുന്നത്, എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് ഹോട്ട്സ്പോട്ട്സ്. These are the regions with very high species richness, high degree of endemism, but most threatened. ഈ 3 പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റീജിയൻസ് ആണ്. അവിടെയുള്ളൊരു പ്രത്യേകത ഹൈ സ്പീഷീസ് റിച്ച്നെസ് ഉണ്ട്, സ്പീഷീസ് റിച്ച്നെസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം ഉണ്ട്. ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം എന്ന് പറഞ്ഞാൽ ദ സ്പീഷീസ് കൺഫൈൻഡ് ഓൺലി ടു എ സ്പെസിഫിക് റീജിയൻ. അതായത് ആ ഭാഗത്ത് മാത്രമേ ഇങ്ങനെയുള്ള സ്പീഷീസ് കാണുന്നുള്ളൂ, വേറെ വേൾഡിൻ്റെ വേറെ ഒരു ഭാഗത്തേക്കും അങ്ങനെയുള്ള സ്പീഷീസിനെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് മാത്രം കാണുന്നതിനെയാണ് എൻഡമിക് സ്പീഷീസ് എന്ന് പറയാം. അപ്പം ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ
എൻഡമിക് സ്പീഷീസ് ഉള്ള സ്ഥലമായിരിക്കണം, സ്പീഷീസ് റിച്ച്നെസ് കൂടുതലായിരിക്കണം, അതുപോലെ തന്നെ അതെന്തായിരിക്കണം, മോസ്റ്റ് ത്രെട്ടൻഡും കൂടെ ആയിരിക്കണം. ഇനി നമുക്ക് നോക്കാം. ഏകദേശം 34 ഹോട്ട്സ്പോട്ട്സ് ആണ് വേൾഡിലുള്ളത്. അതിൽ 3 ഹോട്ട്സ്പോട്ടും ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി റീജിയനിലാണ്. ഏതൊക്കെയാണ് ആ 3 റീജിയൻസ്? ഒന്ന് വെസ്റ്റേൺ ഘട്ടം, പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഭാഗം, പിന്നെ ശ്രീലങ്കയിലെ, പിന്നെ ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ. ഈ 3 സ്ഥലങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, 3 ഹോട്ട്സ്പോട്ടായിട്ട് ഇന്ത്യയിൽ പറയുന്നത്. All hotspots together cover only less than 2% of the Earth's land area. എർത്തിൻ്റെ ലാൻഡ് ഏരിയയിൽ 2% കുറവ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ഹോട്ട്സ്പോട്ടും കൂടെയുള്ള ലാൻഡ് ഏരിയ വരുന്നത്. ബട്ട് ദ സ്പീഷീസ് റിച്ച്നെസ് ഈസ് എക്സ്ട്രീംലി ഹൈ. പക്ഷെ അവിടെയുള്ള സ്പീഷീസ് റിച്ച്നെസ് ബാക്കിയുള്ള ഏരിയനെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ ഹൈ ആയിരിക്കും. പ്രൊട്ടക്ഷൻ ഓഫ് ഹോട്ട്സ്പോട്ട്സ് റെഡ്യൂസ്ഡ് ദ ഓൺഗോയിങ് എക്സ്റ്റിങ്ഷൻസ് ബൈ 30%. അതുകൊണ്ട് തന്നെ ആ ഹോട്ട്സ്പോട്ടിനെ നമ്മൾ കൺസേർവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും, അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റഡ് ആക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ എക്സ്റ്റിങ്ഷൻസിൻ്റെ പേഴ്സൻറ്റേജ് വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 പോയിൻറ്റ്സ്. ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ പുറമെ ഇതിൽ ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഈ ഭാഗത്തുനിന്ന് വരുന്ന മാർക്കിൻ്റെ മുഴുവൻ ഭാഗവും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.